ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പൂജാതരാവുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് ജനിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കുന്നില്ല. പുണ്യ നബിയുടെ പിതാവ് ആമിന ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ 2 മാസം ഗർഭം ചുമന്ന സമയത്ത് തന്നെ വിട പറഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് റസൂലുള്ള ജനിച്ചു വീഴുന്നത് യതീമായി. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഒരാൺകുഞ്ഞ് ജന്മം നൽകി എന്ന വിവരം അറിഞ്ഞപ്പോൾ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് വരികയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ എടുത്തുകൊണ്ടുപോയി വിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിന് എന്ത് പേര് വെക്കണമെന്ന് അബ്ദുൽ മുത്തലിബ് ആ സമയത്ത് ചിന്തിച്ചു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തോന്നലുണ്ടായി. അബ്ദുൽ മുത്തലിബ് തന്നെ പറയുകയാണ്, സമ്മൈതുഹു മുഹമ്മദാ, മുഹമ്മദ് എന്ന് പേര് വെക്കണം എന്നാണ് എനിക്ക് തോന്നിക്കപ്പെട്ടത്. ഞാൻ അങ്ങനെ പേര് നൽകുകയും ചെയ്തു മുഹമ്മദ് എന്ന്. ആളുകൾ ചോദിച്ചു അബ്ദുൽ മുത്തലിബിനോട്, നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ വഴിയിൽ നിന്നെന്തേ നിങ്ങൾ മാറി സഞ്ചരിച്ചത്? സാധാരണ പിതാക്കളുടെയോ പ്രപിതാക്കളുടെയോ പേര് മക്കൾക്ക് അല്ലെങ്കിൽ പേര് മക്കൾക്ക് വെക്കുന്ന സമ്പ്രദായമാണല്ലോ നമുക്കുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു പുതിയ നാമമെന്തേ അങ്ങ് ഈ കുഞ്ഞിന് വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, സർവരാലും വാഴ്ത്തപ്പെടുന്ന ഒരാളാകണം ഈ കുഞ്ഞെന്ന തോന്നൽ എന്റെ മനസ്സിലുണ്ടായി എന്നാണ് അബൂ താലിബ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മറുപടി. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചത് റസൂലുള്ളാഹിന്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിബാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ തോന്നലാണത്. എന്നാൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 99ഓളം നാമങ്ങളുണ്ട്. അതിലേറെയും നാമങ്ങൾ എണ്ണിയ ആളുകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. 99ഓളം പേരുകളുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്. അതിൽ പല പേരുകളും പ്രപഞ്ചനാഥനായ അള്ളാഹു തന്നെ നേരിട്ട് വിളിച്ചതാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ 99 നാമങ്ങളിൽ അധിക പേരുകളും അള്ളാഹു തന്നെ റസൂലുള്ളാഹിനെ നേരിട്ട് വിളിച്ചതാണ്. ചിലതെല്ലാം വിശുദ്ധമായ ഖുർആനിൽ തന്നെ നേരെ ഉള്ളതാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നേരിട്ട് വിളിച്ചത് ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ്. ഒരു ചെറിയ പേരിടുന്ന സമയത്ത് ആരിട്ടാൽ എന്താ, എന്ത് പേരിട്ടാൽ എന്താന്നൊക്കെ ചോദിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ആര് പേരിട്ടാൽ എന്താ, ഏത് പേരായാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല പേരുകളും നൽകുന്നത് അല്ലാഹു നേരിട്ട് തന്നെയാണ്. നോക്കൂ, നിങ്ങൾ ആമുഖമായി ഓതിവച്ചൊരായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ യാ അയ്യുഹൻ നബിയ്യു നബിയേ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറാ. ഈ ഒരൊറ്റ ആയത്തിൽ മാത്രമുണ്ട് 6 പേരുകൾ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 6 പേരുകളുണ്ട് ഈ ആയത്തിൽ. ഈ 6 പേരും നേരിട്ട് റസൂലുള്ളാഹിനെ വിളിക്കുന്നത് അല്ലാഹുവാണ്. പണ്ടൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, കുട്ടി ജനിച്ചാൽ പള്ളിയിൽ വരും, എന്നിട്ട് ഉസ്താദിനോട് ചോദിക്കും എന്താ പേരിടണ്ടേ. ഇന്ന് നെറ്റിലാ ചോദിക്കണം, നെറ്റാവുന്ന ഉസ്താദ് നെറ്റിലടിച്ചു നോക്കും. എന്നിട്ട് പിന്നെ ഉസ്താദിനോട് വന്നിട്ട് ചോദിക്കും ഈ പേരിന്റെ അർത്ഥം എന്താ എന്ന് ചോദിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈയുടെ ഒരു സംഭവം എന്റെ അനുഭവത്തിലുണ്ടായി. എന്നോട് ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, ആൺകുട്ടി പേരെന്തായിരുന്നു, നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും എന്നോട് ചോദിക്കണം എന്നല്ലടെ ഞാൻ പറയാ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായപ്പോ പങ്കുവച്ചതാണ്. നെറ്റിലടിച്ചു നോക്കാറാണ്. അള്ളാഹുദ പണ്ടൊക്കെ ഒരു സ്വഭാവം, നല്ല ആളുകളോട് ഇടിക്കും, നല്ല പേരായിരിക്കും, നല്ല സ്ഥലത്ത് വെച്ചിടും. അങ്ങനെയാണ് ചില ആളുകൾ മക്കാമുകളിലേക്ക് പോയിട്ട് മക്കാമിൽ വെച്ച് പേര് വിളിക്കാം എന്ന് നിയ്യത്ത് ചെയ്യാറുണ്ട്. പള്ളികളിൽ വെച്ച് പേര് വിളിക്കുന്നവരുണ്ട്. എന്റെ പൊന്നമോന്റെ പേര് ഇന്നതാണ് എന്ന് പള്ളിയിൽ നിന്ന് തീരുമാനിക്കുന്നു അല്ലേ.
മഖാമുകളിൽ കിടക്കുന്ന മഹാരഥന്മാരായ ആളുകൾ ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീന മുനവ്വറയിലേക്ക് കുഞ്ഞുമക്കളെ പേര് വിളിക്കാനായി കൊണ്ടുവരുന്ന അറബികളുണ്ട്. മദീന പള്ളിയിൽ വന്നാണ് അവർ പേര് വിളിക്കാറുള്ളത്. അള്ളാന്റെ ഹബീബിന്റെ പേര് വിളിച്ചത് എവിടെന്നാ? ജാഹിലിയ കാലഘട്ടത്തിൽ യാതൊരു നിയമവും ഇല്ലാത്ത കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ പേര് വിളിച്ചത് പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് നിന്നാണ്. അള്ളാഹു ആർക്കത് തോന്നിച്ചു? പിതാമഹനായ അബ്ദുൽ മുത്തലിബിന് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ആമിന ബീവിയുടെ ചാരത്ത് നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തുകൊണ്ടുപോവുകയാണ്. ജനിച്ചു വീണ കുഞ്ഞിനെ പേര് വെച്ചിട്ടില്ല. പേര് വിളിക്കുന്നത് പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് വെച്ചാണ്. ആരുടെ ഭാഗത്തു നിന്നുള്ള തോന്നലാണ്? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ തോന്നലാണത്. കുഞ്ഞിനബിയുടെ പേരിട്ടത് പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് വെച്ചാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. മക്കാമുകൾ ഒരുപാട് മഹാന്മാർ അന്തിയുറങ്ങുന്ന മക്കാമുകളുണ്ട് കേരളത്തിൽ. ചില ആളുകൾക്ക് ജീവിക്കുമെന്നല്ലോ അല്ലെ, മരിച്ച പിന്നൊന്നിനും പറ്റൂല. മരിച്ച ഓൽക്ക് എന്ത് സംഭവിച്ചു? ഓലെന്ത് കുറ്റം ചെയ്തു? അവരെന്ത് കുറ്റമാണ് ചെയ്തത്? ജീവിച്ചിരുന്നാലും അവർ മഹാന്മാർ തന്നെയാണ്, വഫാത്തായാലും അവർ മഹാന്മാർ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ റൂട്ടിലൂടെ ചിന്തിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഒരായത്തിൽ മാത്രം അല്ലാഹു 6 പേരുകൾ എടുത്താണ് അല്ലാഹു വിളിച്ചത്. യാ അയ്യുഹൻ നബിയു, ഹബീബായ നബിയേ, ഇന്നാ അർസൽനാക ഷാഹിദ, അങ്ങേ നമ്മൾ ഷാഹിദാക്കി നിയോഗിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പേരാണ് ഷാഹിദ്. നല്ല പേരാണ്. മുഹമ്മദ് ഷാഹിദ് കൂട്ടിയിട്ടാൽ രണ്ടും റസൂലുള്ളാഹിന്റെ പേരായി. ഷാഹിദൻ, ഹബീബായ നബിയേ, അങ്ങേ നാം സാക്ഷിയാക്കിയിരിക്കുകയാണ്. ഇതാണ് ഈ സാക്ഷി. ഒരു ദിവസത്തെ വയല് നമ്മൾ പറയേണ്ടതാണ്. ഷാഹിദൻ റബീഉൽ അവ്വലിന്റെ ഒരു ദിവസത്തെ വിഷയമാകേണ്ടതാണത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഹിദാൻ. ഇന്നാ അർസൽനാക ഷാഹിദൻ, നബി അങ്ങയെ നാം സാക്ഷിയായി നിയോഗിച്ചിരിക്കുകയാണ്. ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു രണ്ടാമതായി ആയത്തിൽ വിളിച്ച ഈ സൂറത്ത്, ഈ ആയത്തിൽ അല്ലാഹു വിളിച്ച പേര് മുബശ്ശിറൻ. ഹബീബായ നബിയേ, അങ്ങ് മുബശ്ശിറാൻ. മുബശ്ശിർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ് നബിയേ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലവും ചെയ്ത പണിയതാണ്. എന്റെ പ്രബോധന കാലഘട്ടത്തിലെ, നബുവത്തിന്റെ കാലഘട്ടത്തിലെ 23 കൊല്ലവും റസൂലുള്ള ചെയ്തതെന്താണ്? ലോകത്ത് അല്ലാഹുവിനെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുകയും പടച്ചുറപ്പിൽ വിശ്വസിക്കുകയും അല്ലാഹുവിനെ അനുസരിക്കുകയും ചെയ്ത ആളുകൾക്ക് കടന്നു വരാനുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുകയാണ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഏറ്റവും പ്രധാനമായ കാര്യം മുബശ്ശിറൻ. ഹബീബായ നബിയേ, അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ് നബിയേ. ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഹബീബായ നബിയേ, അങ്ങ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ആളാണ് യാ റസൂലല്ലാഹ്. 23 കൊല്ലവും ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് അല്ലാഹുവിൽ വിശ്വസിക്കാതെ പടച്ച റബ്ബിന്റെ നിയമങ്ങളെ ധിക്കരിച്ചു നടന്ന ആളുകൾക്ക് കടന്നു വരാനുള്ള അതിഭീകരമായ രംഗങ്ങളെ കുറിച്ചാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലവും സംസാരിച്ചു പോയത്. ഇതൊക്കെ ദീർഘമായി മാസങ്ങളോളം ദിവസങ്ങളോളം അഴു പറയേണ്ട ഓരോ വിഷയങ്ങൾ ഈ ഒരേ ഒരു ആയത്തിൽ തന്നെ. നദീറൻ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി. ഹബീബായ നബിയേ, അങ്ങ് ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അല്ലാഹുവിലേക്ക് അവന്റെ സമ്മതപ്രകാരം ക്ഷണിക്കുന്ന ആളുമാണ്. ദാഇ റസൂലുള്ളാഹിന്റെ പേരാണ് മുഹമ്മദ് ദാഇ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണത്. ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ.
സിറാജാൻ. സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക്. മുഹമ്മദ് സിറാജ് നല്ല പേരാണ്, പേര് നല്ല പേരാണ്. മുഹമ്മദ് സിറാജ് വസിറാജം മുനീറാ. സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക്. വീട്ടിനകത്ത് കത്തിക്കാതെ നമ്മൾ മൂലക്കെടുത്ത് വെച്ച സാധനത്തിനും വിളക്ക് എന്ന് പറയും. പക്ഷെ അങ്ങനത്തെ വിളക്കല്ല മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 18 കൊല്ലം 20-25 കൊല്ലം മുമ്പ് നമ്മൾ കത്തിച്ച വിളക്ക് നമ്മുടെ വീട്ടിലുണ്ടാകും. അതിന് നമ്മൾ പറയാം ഇപ്പൊ കത്താത്ത വിളക്കിനും പറയല്. ഇപ്പൊ കത്താത്ത വിളക്കിന് മണ്ണാങ്കട്ടാന്ന് പറയാം. അല്ല, അതിനും പറയാം വിളക്കെന്നാ. പക്ഷെ ഇപ്പൊ അത് കത്തുന്നില്ല, എന്നാലും വിളക്കെന്നാ പറയാം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി പരിശുദ്ധമായ ഖുർആന്റെ അധ്യാപനം ശ്രദ്ധിക്കൂ നിങ്ങൾ. വസിറാജം മുനീറാ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാട്ടറബികളുടെ കാലഘട്ടത്തിൽ മാത്രം പ്രകാശിച്ച ആളുകൾ മുഹമ്മദ് റസൂലുള്ളാഹി. ശാസ്ത്രത്തിന്റെ അത്യുന്നതി പ്രാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും മനുഷ്യനെ തന്നെ നിർമ്മിക്കാൻ പോകുന്നവന്ന് വിളംബരം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പോലും സിറാജം മുനീറാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ധകാര നിബിഡമായ ആ കാലഘട്ടത്തിൽ ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ എന്തെന്നോ അതേ അധ്യാപനങ്ങൾ ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ്. ഖുർആൻ തന്നെ വിളിച്ചു പറയുകയാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ 6 പേരുകളാണ് ഈ ഒറ്റ ആയത്തിലൂടെ അല്ലാഹു വിളിച്ചു പറഞ്ഞത്. ഇതിൽ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു പേര് നദീറാ. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ആൾ എന്നാണ്. 23 സംവത്സര കാലവും ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് മുന്നറിയിപ്പ് നൽകിയ അതീവ ഗൗരവമായ ഒരു കാര്യം എന്തെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ പ്രപഞ്ചത്തിൽ ആരാധനക്ക് അർഹനായി അല്ലാഹു അല്ലാതെ വേറെ ഒരാളുമില്ല. ഈ അടിസ്ഥാനപരമായ തൗഹീദിൽ യാതൊരു രീതിയിലുള്ള മായവും ചേർക്കരുത് എന്നാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലവും പ്രബോധനം ചെയ്തതിന്റെ അടിത്തറയതാണ്. 23 കൊല്ലവും പറഞ്ഞതാണ്. മക്കയിൽ വെച്ച് പറയാൻ തുടങ്ങിയിട്ട് വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളോട് പറഞ്ഞതുപോലെ സ്വഹാബ ലാ തകൂനൂ ബഅദി കുഫാറാ യദ്രിബു ബഅദുകും ലിഖാബ ബഅദ്. നിങ്ങൾ എന്റെ ശേഷം കുഫാറുകളായി മാറരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. കുഫറിനെയും ശിർക്കിനെയും കുറിച്ച് തങ്ങളുടെ സമൂഹത്തെ ഏറെ ഗൗരവത്തോടെയാണ് പൊന്നുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേകമായി പരിശുദ്ധ ഖുർആനും എടുത്തു പറഞ്ഞതുപോലെ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബാകട്ടെ വിശുദ്ധമായ ഖുർആനാകട്ടെ രണ്ടും ഉദ്ഘോഷിച്ചത് ഈ കാര്യം തന്നെയാണ്. ഈമാൻ ഈമാനിൽ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിൽ ചാഞ്ചല്യമുണ്ടാകരുത്. വിശ്വാസം രൂഢമൂലമാക്കണം. വിശ്വാസം ഒരാളുടേത് ശരിയല്ലേ, അയാളുടെ കർമ്മങ്ങൾ എത്ര നന്നായാലും അല്ലാഹു അയാളെ കബൂൽ ചെയ്യുന്നില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.